വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് തുടങ്ങുന്നത്. അത് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കുറേ വരുന്നത്. കുറേ ഒന്നുമല്ല, മിക്കവാറും എല്ലാം നിങ്ങൾ പണ്ട് പഠിച്ച് മറന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത്. അപ്പോൾ ഇതൊന്നുകൂടി റിമൈൻഡ് ചെയ്യാം. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നുകൂടി റിമൈൻഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കണക്കുകൾ എല്ലാം വരുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നുകൂടി റിവൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ നമ്മൾ ഈ നമ്പേഴ്സ്, നമ്മൾ പലതരത്തിലുള്ള നമ്പർ സിസ്റ്റംസ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് റിമൈൻഡ് ചെയ്യാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് n എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇത് നമ്മൾ എഴുതാൻ, നമ്മൾ കൗണ്ട് ആൻഡ് സേ, നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന പോസിറ്റീവ് നമ്പേഴ്സിനാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1 മുതൽ 1, 2, 3 തുടങ്ങിയിട്ട് പോകുന്ന ആ നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ വരുന്നത്, രണ്ടാമത് വരുന്നത് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ. ഇതിൽ ഈ സെറ്റ് തുടങ്ങുന്നത് 0 മുതലാണ്. 0, 1, 2, 3 പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ 1, 2, 3 ആണ്. ഹോൾ നമ്പേഴ്സ് ആകുമ്പോൾ 0 കൂടി അതിൻ്റെ അകത്ത് വരും. പിന്നെ മൂന്നാമത് വരുന്നത് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച സംഖ്യാരേഖയിലെ മൊത്തം നമ്പേഴ്സും, ഇത് നെഗറ്റീവ്, 0, പോസിറ്റീവ് എല്ലാം കൂടി വരുന്നതിനാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയാം. പിന്നെ അടുത്ത് വരുന്നത് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം p/q where q not equal to 0 എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ കഴിയുന്ന ഏതിന് നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. താഴെ വരുന്നത് 0 ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് നമുക്ക് അറിയുന്നത് തന്നെയാണ്, ഇനി പറയാൻ പോകുന്നത് ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും. ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് നമ്മൾ ഈവൺ നമ്പേഴ്സ് എന്ന് പറയാം. ദെൻ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ, അതായത് നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. അപ്പോൾ ഈവൺ നമ്പേഴ്സ് എന്നതിൽ നമുക്ക് 2, 4, 6, 8 അങ്ങനെ പോകും. ഈ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3, 5, 7 ആ രീതിയിലായിരിക്കും ഇത് പോവുക. പിന്നെ വരുന്നത് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. വിഭജിക്കാൻ കഴിയാത്ത സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആ സംഖ്യകളെ നമ്മൾക്ക് 1 കൊണ്ടോ അല്ലെങ്കിൽ അതേ സംഖ്യ കൊണ്ടോ മാത്രമേ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ 5. 5 നമുക്ക് 1 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ടും ഹരിക്കാം. വേറെ ഏത് നമ്പർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5ന് ശിഷ്ടം ഉണ്ടാവും, ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം കിട്ടും. 7, 11 ഇത് സംഖ്യകൾ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈം നമ്പേഴ്സിലെല്ലാം വരുന്നത് ഒറ്റ സംഖ്യകളായിരിക്കും, ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. കാരണം ഈവൺ നമ്പേഴ്സിന് നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ. അപ്പോൾ ഈവൺ നമ്പേഴ്സ് ഒന്നും പ്രൈമായിട്ട് വരില്ല, ഓഡ് നമ്പേഴ്സ് ആയിരിക്കും പ്രൈമായിട്ട് വരിക. പക്ഷെ എല്ലാ ഓഡ് നമ്പേഴ്സും പ്രൈം ആവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ 9, 15 ഒന്നും പ്രൈം അല്ല. 9നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം, 15നെ 3 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാം. ആ രീതിയിൽ ആണ് വരിക. ഓക്കെ. ഇനി അടുത്ത് വരുന്നത് മൈന്യൂട്ട്. ചിലപ്പോൾ പുതിയൊരു ടേം ആയിരിക്കും മൈന്യൂട്ട്. ദ നമ്പർ ഫ്രം വിച്ച് അനദർ നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ്. അതായത് ഏത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, കുറയ്ക്കുമ്പോൾ ഏത് നമ്പറിൽ നിന്നാണോ നമ്മൾ മൈനസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മൈന്യൂട്ട് എന്ന് പറയുക. ഇപ്പോൾ 10 - 7 എന്ന് പറയുമ്പോൾ 10 ആണ് മൈന്യൂട്ട്. ഇനി അടുത്ത് വരുന്നതാണ് സബ്ട്രഹൻഡ്. ദ നമ്പർ ദാറ്റ് ഈസ് ടു ബി സബ്ട്രാക്റ്റഡ്. നമ്മൾ മൈനസ് ചെയ്യേണ്ട നമ്പറിനാണ് സബ്ട്രാഹൻഡ് എന്ന് പറയുക. മനസ്സിലായല്ലേ? അതായത് 10 - 7 എന്ന് പറഞ്ഞാൽ 7 ആണ് സബ്ട്രാഹൻഡ്, 10 മൈന്യൂട്ട് ആണ്. അതായത് ഏത് സംഖ്യയിൽ നിന്നാണോ കിഴിക്കുന്നത് അതിനെ മൈന്യൂട്ട് എന്നും, ഏത് നമ്പർ ആണോ മൈനസ് ചെയ്യുന്നതിനെ സബ്ട്രാഹൻഡ് എന്നും.
മൈനസ് ചെയ്യുമ്പോൾ. ഇനി ഗുണനത്തിൽ വരുന്ന ടേമാണ് അടുത്ത് വരുന്നത് മൾട്ടിപ്ലിക്കൻ്റ്. മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് ബൈ അനദർ നമ്പർ. മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള നമ്പറിനാണ് മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ അടുത്തൊരു ടേം വരുന്നുണ്ട് മൾട്ടിപ്ലയർ. ദ നമ്പർ ബൈ വിച്ച് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് പെർഫോംഡ്. ഏത് നമ്പർ കൊണ്ടാണോ ഗുണിക്കുന്നത് അതിനെ മൾട്ടിപ്ലയർ എന്ന് പറയും. ഇപ്പോൾ 10 × 5 എന്ന് പറയുമ്പോൾ 10 മൾട്ടിപ്ലിക്കൻറ്റും 5 മൾട്ടിപ്ലയറുമാണ്. ഇനി അടുത്ത് വരുന്ന ടേം പ്രൊഡക്റ്റ്. അതായത് റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഗുണിച്ചാൽ കിട്ടുന്നതിനാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്ലിക്കൻറ്റും മൾട്ടിപ്ലയറും പരസ്പരം മാറിയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ 10 × 5 ആയാലും 5 × 10 ആയാലും നമുക്ക് ഒരേ റിസൾട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ആ പേരിൽ അത്ര സിഗ്നിഫിക്കൻസ് ഇല്ല. അതേസമയം ഹരണത്തിൽ ഇതേപോലെ പേരുകൾ വരുന്നുണ്ട്. അത് കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആണ്. അവ എങ്ങനെ വരുന്നത് വെച്ചാൽ അടുത്ത് വരുന്നത് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ടു ബി ഡിവൈഡഡ് ബൈ അനദർ നമ്പർ. ഏത് നമ്പറിനെയാണോ നമ്മൾ ഹരിക്കുന്നത് അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോൾ ഹരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 ഹരിക്കണം 5 പറയുമ്പോൾ 10 ആണ് അവിടെ ഡിവിഡൻഡ്. അടുത്ത് വരുന്നത് ഡിവൈസർ. ദ നമ്പർ ബൈ വിച്ച് ദ ഡിവിഷൻ ഈസ് പെർഫോംഡ്. ഏത് നമ്പർ കൊണ്ടാണോ ഹരിക്കുന്നത് അതിനെയാണ് ഡിവൈസർ എന്ന് പറയുക. അതായത് 10 ഹരിക്കണം 5 എന്ന് പറയുമ്പോൾ 5 ആണ് ഡിവൈസർ. 10 ഡിവിഡൻഡ് 5 ഡിവൈസർ. അടുത്ത ടേം കോഷ്യന്റ്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഡിവിഷൻ. ഡിവിഷന്റെ ഉത്തരത്തിനാണ്, ഡിവിഷൻ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിനാണ് നമ്മൾ കോഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടേം റിമൈൻഡർ. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ദാറ്റ് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ ദ ഡിവിഷൻ. ശിഷ്ടം എന്ന് പറയും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 10/5 എന്ന് പറയുകയാണെങ്കിൽ 10 ഡിവിഡൻഡും 5 ഡിവൈസറും ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 2 കോഷ്യന്റുമാണ്. അവിടെ റിമൈൻഡർ ഇല്ല, റിമൈൻഡർ 0 ആണ്. അതേസമയം 11 ഹരിക്കണം 5 എന്ന് എഴുതുകയാണെങ്കിൽ നമുക്കുള്ള റിമൈൻഡർ 1 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു ബേസിക് ആയിട്ട് പറഞ്ഞാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഈ ടേംസ് എല്ലാം ഉപയോഗിക്കും. അപ്പോൾ സമയത്ത് ഈ ടേംസ് എന്താണ് എന്നുള്ളൊരു സംശയം ഉണ്ടാവരുത്. അതിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ.